Hi friends, welcome to Aychu's kitchen. ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ലോ ആക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ കാഷ്യൂനട്ടിൻ്റെ നിറമൊന്നും മാറണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനൊരു 2.5 വർഷം മുന്നേ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാല് ഈ തേങ്ങയിൽ അബ്സോർബ് ആവണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ള 1 കപ്പ് പാലിപ്പോൾ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാരയും മെൽറ്റായിട്ട് അത് ഇതിൽ അബ്സോർബ് ആവണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ള പഞ്ചസാര ഇപ്പോൾ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ മെൽറ്റായിട്ടുള്ള പഞ്ചസാര ഇതിൽ അബ്സോർബ് ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര ഒക്കെ ഇതിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായി വിട്ടതിന് ശേഷം നമുക്കിത് ലഡു ആക്കി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് വിട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് ചൂട് വിടരുത്, ചെറിയ ചൂടോട് കൂടി വേണം നമുക്കിത് ലഡു ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ലഡു ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Please subscribe, comment, like and share.